ഓക്കെ. അപ്പോൾ ഇനി വരുന്ന ആക്റ്റീവ് ആൻഡ് സ്റ്റാൻഡ് ബൈ റിഡൻഡൻസിയാണ്. ഇത് റിഡൻഡൻസി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. ക്ലോക്കിൽ 2 ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി പക്ഷേ ക്ലോക്ക് ഓടാൻ ആവശ്യമുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ 2 ബാറ്ററി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അടിച്ചു പോയാലും മറ്റേ വെച്ച് വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം ആദ്യമേ 2 ബാറ്ററിയും ഇട്ടിട്ടുണ്ട്. 2 ബാറ്ററിയും ഒരുമിച്ചാണ് പണിയെടുക്കുന്നത്. ഒരെണ്ണം അടിച്ചു പോയാലും മറ്റേത് ഒറ്റയ്ക്ക് പണിയെടുത്ത് കൊണ്ടുപോയിക്കോളും. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടും ആദ്യം ഇട്ടുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആക്റ്റീവ് റിഡൻഡൻസി എന്ന് പറയും. ഇനി മറിച്ച് അങ്ങനെയല്ല, ഒരു ബാറ്ററി 2 ഇട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടിച്ചു പോയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ അടുത്ത് കണക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ സ്റ്റാൻഡ് ബൈ റിഡൻഡൻസി എന്ന് പറയും. അപ്പോൾ അതാണ് ആക്റ്റീവ് റിഡൻഡൻസി സ്റ്റാൻഡ് ബൈ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സ്റ്റാൻഡ് ബൈ നോക്കുമ്പോൾ സപ്പോസ് ഒരു സിസ്റ്റം ഇതിൽ കോമ്പണൻസ് ഉണ്ടെന്ന് വെച്ചോ. കോമ്പണൻറ്റ് സിസ്റ്റം. ഓക്കെ, കോമ്പണൻസ് ഉണ്ടെന്ന് വെച്ചോ. സപ്പോസ് ഒരെണ്ണം നമുക്ക് ആവശ്യമുണ്ടെന്നും വെച്ചോ. അങ്ങനെയാണെങ്കിൽ അത് മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ബാക്കി M-1 എണ്ണം സ്റ്റാൻഡ് ബൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ഫെയിലിയർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിൽ ഒരെണ്ണമാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഫോർമുല λ⁴x e⁻ x⁴ ഇവിടെ ലാംഡയുടെ കൂടെ ഒരു ടൈം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടുന്നത്. λ⁴x e⁻ എന്ന് വരുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഏത് കോമ്പണൻറ്റ്, എത്ര കോമ്പണൻറ്റ് എന്നുള്ളതാണ് എക്സ്. ലാംഡ നമുക്കറിയാം, ടി നമുക്കറിയാം. ഉദാഹരണത്തിന് ഇപ്പം നമുക്കൊരു ഒരു കാറിൻ്റെ കാര്യം എടുക്കാം. കാറിന് മൊത്തം 4 ടയേഴ്സ് ഉണ്ട്. ഓക്കെ, 4 ടയേഴ്സ് ഉണ്ട്. സ്റ്റെപ്പിന് 2 എണ്ണം വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. 2 സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്, അതായത് 2 സ്റ്റാൻഡ് ബൈ ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര എണ്ണം? 6 ടയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാറ് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം 4 എണ്ണം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിലയബിലിറ്റി കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എന്താ, ഒരു ടയറും ഫെയിൽ ആയില്ലെങ്കിൽ കാറ് വർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ടയറും ഫെയിൽ ആയില്ലെങ്കിൽ കാർ വർക്ക് ചെയ്യും. ഒരെണ്ണം ഫെയിലായാൽ കാർ വർക്ക് ചെയ്യും. കാര്യം 2 സ്റ്റെപ്പിനുണ്ട്. 2 എണ്ണം ഫെയിലായാലും കാർ വർക്ക് ചെയ്യും, 2 സ്റ്റെപ്പിനുള്ള പറഞ്ഞു. പക്ഷേ 3 എണ്ണം ഫെയിലായാൽ വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ഒന്നും ഫെയിലാവാത്ത ഒരു പോസിബിലിറ്റി, ഒരെണ്ണം ഫെയിലാവുന്ന ഒരു പോസിബിലിറ്റി, 2 എണ്ണം ഫെയിലാവുന്ന ഒരു പോസിബിലിറ്റി. ഈ 3 കേസസിൽ നമ്മുടെ കാറ് എന്താണ്? റിലയബിളാണ്. അപ്പോൾ നമ്മൾ കാറിൻ്റെ റിലയബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഒന്നും ഫെയിലാവാത്ത കേസ് എടുക്കണം. ഒരു ടയറും ഫെയിലാവാത്ത കേസ്, അതായത് റിലയബിലിറ്റി ഈക്വൽ ടു ആദ്യം ഒരു ടയറും ഫെയിലാവാത്ത കേസ് എന്ന് പറഞ്ഞാൽ λ⁴0. ഒന്നും ഫെയിലാവുന്നില്ല, 0 ടയേഴ്സാണ് ഫെയിലാവുന്നത്. e⁻λt/0. അത് കഴിഞ്ഞ് എന്താണ്? ഒരു ടയർ ഫെയിലാവുന്ന കേസ് λ⁴1 e⁻λt/1. പിന്നെ 2 ടയർ ഫെയിലാവുന്നൊരു കേസ്, അതാണ് ഇങ്ങനെ λ⁴2 e⁻λt/2. ഇങ്ങനെ വരും. അപ്പോൾ ഈ 3 കേസ് വെച്ചിട്ട് എന്താണ്, ഈ കാറ് ഓടാനുള്ള കേസുകളാണ്, അതായത് ഓടാനുള്ള പ്രോബിലിറ്റിയാണ്. അത് തന്നെയാണ് ഈ കാറിൻ്റെ റിലയബിലിറ്റി എന്നും വരുന്നത്. അതുപോലെ ഒരു പ്രോബ്ലം ഉണ്ട്. UPSന് 4 ബാറ്ററി ഉണ്ട്. ഒരെണ്ണം ഓപ്പറേറ്റിംഗ് ആണ്, 3 സ്റ്റാൻഡ് ബൈ ആണ്. ഓരോന്നിൻ്റെയും ലാംഡ കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, കോൺസ്റ്റൻറ്റ് ഫെയിലിയർ റേറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. MTTF തന്നിട്ടുണ്ട്. 75 മണിക്കൂർ ഓടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 75 മണിക്കൂറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലയബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, R e⁻λt എന്നാണ്. ഇവിടെ ഈ സിഗ്മയുടെ സിംബലൊക്കെ ഇട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോ കേസ് ആഡ് ചെയ്യുന്നെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ രീതിയിൽ എഴുതിയാലും മതി. ഇവിടെ കോമണൊക്കെ എടുത്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, മറ്റേപോലെ തന്നെ ചെയ്താലും മതി. അപ്പോൾ ആദ്യം നമുക്കറിയാം എന്താണ്, 4 ബാറ്ററി ഉണ്ട് എന്ന് പറഞ്ഞാൽ 4 ബാറ്ററി ഉണ്ട്, ഒരെണ്ണം വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് 0 ഫെയിലിയർ അഫോർഡ് ചെയ്യാം, 1 ഫെയിലിയർ അഫോർഡ് ചെയ്യാം, 2 ഫെയിലിയർ അഫോർഡ് ചെയ്യാം, 3 ഫെയിലിയർ അഫോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ e⁻λt കോമൺ എടുത്തിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ലാംഡ നമുക്കറിയാം എന്താണ്, ലാംഡയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആണ് നമുക്ക് അവസാനത്തെ ആൻസർ കിട്ടുന്നത്. ഇവിടെ ലാംഡ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ MTTF 50 അല്ലേ, MTTF 1/λ MTTF. അപ്പോൾ ലാംഡയാണ് എന്താണ് 1/50.
λ T 75 ഹവേഴ്സിനുള്ള റിലയബിലിറ്റി അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ λ T 75/50 എന്ന് വരുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു 0.9342 എന്നൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, MTTF ഫോർ ഹോൾ സിസ്റ്റം നമ്മൾ ഇതിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു യൂണിറ്റിൻ്റെ MTTF നമുക്കറിയാം 50 മണിക്കൂറാണ്. ഇവിടെ നമുക്ക് എത്ര 4 ബാറ്ററി ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ MTTF ഒരെണ്ണം ഫെയിൽ ആവാനുള്ള മീൻ ടൈം 50 മണിക്കൂറാണ്. 4 ഫെയിലായാലേ സിസ്റ്റം ഫെയിലാവും. അപ്പോൾ അതിനർത്ഥം 4 പാരല, അപ്പോൾ 4 ഫെയിലായാലേ സിസ്റ്റം ഫെയിലാവുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഫെയിലിയർ സമയം 50 മണിക്കൂറായതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ഫുൾ ഫെയിലിയർ സമയം 4 × 50 200 മണിക്കൂറാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും.